നരകത്തിൽ നിന്ന് കാവല് വേണം. നരകത്തിൽ നിന്ന് കാവല് വേണം. ഞാൻ ചോദിക്കട്ടെ, നരകത്തിൽ കടക്കാൻ ആഗ്രഹമുള്ള ഒരാളും ഉണ്ടാവില്ല. അതിരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയപ്പോ നരകം കണ്ടു, സ്വർഗം കണ്ടു. നരകം കണ്ടപ്പോൾ നബി തങ്ങൾ പൊട്ടിക്കരഞ്ഞു. എന്തേ? അവിടുത്തെ അദാബ് ഭയാനകരമാണ്. ഇനി റമളാൻ വരുമ്പോ ഞാനും നിങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, നരകത്തെ തൊട്ട് കാത്ത് രക്ഷിക്ക റബ്ബേ. എടാ, നീ എവിടെയും ദുആ ഇറക്കണ്ട, നീ നിന്റെ വീട്ടിൽ ഞാൻ പറയുന്ന ഒറ്റ കാര്യം ചെയ്യണം. ചെയ്യോ? അതിരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, നരകത്തിൽ നിന്ന് കാവല് വേണോ? നരകത്തിൽ നിന്ന് കാവല് വേണോ? അതിരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ഈ മനോഹരമാകുന്ന ഹദീസിന്റെ പ്രിയപ്പെട്ട കർണാടകയിലെ ചെറുപ്പക്കാരോട്, കർണാടകയിലെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാണ്, ഈ മനോഹരമാകുന്ന സദസ്സിന്റെ പരിസരത്ത് ഓടി നടക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഏതെന്നറിയോ? പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം കടന്നു വരുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാനും നിങ്ങൾ ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ, പടച്ചവനെ കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ, കാത്ത് രക്ഷിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, നരകത്തിൽ നിന്ന് കാവല് വേണമെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് കടന്നു പോവുക. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ഈ സദസ്സിൽ നിറഞ്ഞിരിക്കുന്നവരോട് അവസാനമായി പറയുന്ന ഹദീസാണ്, മൻ ഖബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റൻ മിനന്നാർ, കാന ലഹു സിത്റൻ മിനന്നാർ. പടച്ചവനെ, ആരെങ്കിലും ഒരാളെന്റെ പ്രിയപ്പെട്ടവരെ മാതാവിന്റെ കണ്ണിന്റെ മുകളില്, ഉമ്മാടെ നെറ്റിത്തടത്തില് ആരെങ്കിലും ഒരാളെന്റെ പ്രിയപ്പെട്ടവരെ മുത്തം കൊടുത്താൽ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാണ്, മോളെ അത് നരകത്തിൽ നിന്നുള്ള കാവലാ. അതുകൊണ്ട് പ്രിയമുള്ള വാപ്പമാരോട് പറയുകയാണ്, അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവന്റെ പള്ളിയിലേക്ക് കടന്നു ചെന്ന് ദുആ ചെയ്യുന്നവരോട് പറയുകയോ, നരകത്തിൽ നിന്ന് കാവല് മേടിക്കാൻ നീ ചെയ്യേണ്ട മാർഗമേതോ? നീ ഉമ്മാക്ക് മുത്തം കൊടുത്താൽ അൽഹംദുലില്ലാഹ്, അത് നരകത്തിൽ നിന്നുള്ള കാവലോ. ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, ഇവിടെ നരകത്തിൽ നിന്ന് കാവല് വേണം. റസൂലുള്ളാഹി പറഞ്ഞു, ഉമ്മയുടെ കണ്ണിന്റെ മുകൾ ഭാഗത്ത് മുത്തം കൊടുത്തു. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഉമ്മാക്ക് മുത്തം കൊടുത്തവരുണ്ടെങ്കിൽ എന്ന് കൈവയ്ക്കപ്പ. ഉമ്മാക്ക് മുത്തം ഉള്ളവരെ മതി കേട്ടോ. ഉമ്മ ലൈവിലൂടെ കാണുന്നുണ്ടാവും. ഉണ്ട്, കുറവാ. ആരെയും കുറ്റപ്പെടുത്തണില്ല. ഇന്ന് ചെന്നിട്ട് സ്വന്തം ഉമ്മാക്ക് മുത്തം കൊടുക്കണം. ഭാര്യയ്ക്ക് മുത്തം കൊടുത്തവരുണ്ടോ? എന്റെ പൊന്നാര ഉസ്താദേ, വരണതിന് തൊട്ട് മുമ്പ് കൊടുത്തിട്ട് ഉസ്താദേ വന്നേ. എടാ, കാമുകിക്ക് മുത്തം കൊടുത്തോ ഉസ്താദേ? ഇവിടെ ഇരുന്നപ്പോ തൊട്ടപ്പുറത്തിരിക്കണ താത്താക്ക് ലവിന്റെ ചിഹ്നിട്ട് കൊടുത്ത ഉസ്താദേ ഞങ്ങള് എന്നിപ്പോ നമ്മൾ പറയും. അല്ലാഹു കാത്തിരിച്ചു. ആദ്യം മുത്തം കൊടുക്കേണ്ടതാർക്കാ? ഉമ്മാക്ക് കൊടുക്കണം, ഉപ്പാക്ക് കൊടുക്കണം. നരകത്തിൽ നിന്നുള്ള കാവലാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ.